അയ്യപ്പൻകോവിൽ ചപ്പാത്തിൽ അപകടത്തിൽപ്പെട്ടയാൾ ചികിത്സാ പിഴവ് മൂലം മരിച്ച സംഭവം 3 മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവ്. 2023 ഒക്ടോബർ 24 രാത്രിയാണ് ബിനോജ് മോഹനൻ എന്ന യുവാവിനെ ചപ്പാത്തിലെ റോഡരികിൽ അബോധാവസ്ഥയിൽ കണ്ടെത്തിയത്. ചികിത്സാ പിഴവും അന്വേഷണത്തിലെ പിഴവും ചൂണ്ടിക്കാട്ടി ഡോക്ടർ ഗിന്നസ് മാടസ്വാമിയുടെ പരാതിയിലാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ നടപടി. അപകടത്തിൽപ്പെട്ട് ചപ്പാത്ത് റോഡരിയിൽ കിടന്നയാൾ ചികിത്സാ പിഴവ് കാരണം മരിച്ചെന്ന ആരോപണത്തിൽ 3 മാസത്തിനകം അന്തിമ അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കണമെന്നാണ് മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ഉത്തരവിട്ടിരിക്കുന്നത്. ചികിത്സാ പിഴവ് ആരോപിക്കുന്നതിനാൽ ഡോക്ടർമാരുടെ അന്വേഷണ സമിതി രൂപീകരിച്ച വിദഗ്ധാഭിപ്രായം ലഭ്യമാക്കണമെന്ന് കമ്മീഷൻ ആവശ്യപ്പെട്ടു. പീരുമേട് ഡിവൈഎസ്പി പരാതിക്കാരന്റെയും മരിച്ച ബിനോജിന്റെയും പിതാവിന്റെയും ചികിത്സിച്ച ഡോക്ടർമാരുടെയും മൊഴിയെടുക്കണം. ചികിത്സാ രേഖകളും പരിശോധിച്ച് അന്വേഷണ റിപ്പോർട്ട് ജില്ലാ പോലീസ് മേധാവിക്ക് സമർപ്പിക്കണം. മകന്റെ ചികിത്സയ്ക്ക് 30 ലക്ഷത്തോളം രൂപ ചെലവായെന്ന് പിതാവ് മോഹനൻ കമ്മീഷനെ അറിയിച്ചു. ധനസഹായം ആവശ്യപ്പെട്ട് സർക്കാരിനെയോ ജില്ലാ കളക്ടറെയോ പിതാവിനെ സമീപിക്കാം. 5 പേരടങ്ങിയ പ്രത്യേക അന്വേഷണ സംഘത്തെ കേസ് അന്വേഷണത്തിനായി നിയോഗിച്ചിട്ടുണ്ടെന്നും ജില്ലാ പോലീസ് മേധാവി കമ്മീഷനെ അറിയിച്ചു. സ്വദേശിയായ ബിനോജ് മോഹൻ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച സംഭവത്തിൽ ബഹുമാനപ്പെട്ട മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവ് ഉണ്ടായിട്ടുണ്ട്. ഈ വിഷയത്തിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞാൻ പരാതി നൽകിയിരുന്നത്. 3 മാസത്തിനകം തന്നെ അന്വേഷണം നടത്തിക്കൊണ്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് റിപ്പോർട്ട് കൈമാറണം എന്നാണ് ഉത്തരവിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ പീരുമേട് ഡിവൈഎസ്പി അടിയന്തര അന്വേഷണം കൂടി നടത്തേണ്ടതുണ്ട്. മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചുകൊണ്ടാണ് അന്വേഷണം നടത്തേണ്ടത്. അതോടൊപ്പം തന്നെ ഈ പിതാവിന് ഈ ചികിത്സയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് 30 ലക്ഷം രൂപ ചിലവായിട്ടുണ്ട്. ആ തുക വാങ്ങുന്നതിന് വേണ്ടി സർക്കാർ ധനസഹായം വാങ്ങുന്നതിന് വേണ്ടി ജില്ലാ കലക്ടർക്ക് പരാതിയും കൂടി നൽകാനാണ് ഈ ഉത്തരവിൽ പറയുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ അടിയന്തര ഇടപെടലും അന്വേഷണവും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞാൻ 2023 ഒക്ടോബർ 24 രാത്രിയാണ് ബിനോജ് മോഹനൻ എന്ന യുവാവിനെ റോഡരികിൽ അബോധാവസ്ഥയിൽ കണ്ടെത്തിയത്. കട്ടപ്പന സ്വകാര്യ ആശുപത്രിയിൽ ബിനോജിനെ ചികിത്സിച്ചെങ്കിലും കൃത്യമായ ചികിത്സ നൽകിയില്ലെന്നാണ് ആക്ഷേപം ഉയർന്നിരിക്കുന്നത്. കേസന്വേഷണം എറണാകുളം റേഞ്ച് ഐജിയും ഇടുക്കി ജില്ലാ പോലീസ് മേധാവിയും നിരീക്ഷിച്ചു വരികയാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. മനുഷ്യാവകാശ പ്രവർത്തകനായ ഡോക്ടർ ഗിന്നസ് മാടസ്വാമി സമർപ്പിച്ച പരാതിയിലാണ് നടപടി ഉണ്ടായിരിക്കുന്നത്. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.